ഇലക്ട്രിക്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കോയിലിന്റെ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സെറ്റപ്പ് ഞാനിവിടെ വരയ്ക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ വരച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. എന്താണ്, ഒരു കാർഡ്ബോർഡ് ഉണ്ട്. കാർഡ്ബോർഡിന്റെ മുകളിലായിട്ട് ഒരു കോയിൽ, ഒരു കറണ്ട് കണ്ടക്ടിങ് കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് കണ്ടക്ടിങ് കോയിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ബാറ്ററി അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ പോസിറ്റീവും അവിടെ നെഗറ്റീവും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എപ്പോഴാണോ ഒരു കറണ്ട് കാരിയും കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കറണ്ടിന്റെ ഡയറക്ഷൻ, തംസ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. തംസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ്. ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് വരയ്ക്കുവാണേ. ഈ ഡയറക്ഷനിലെന്ന് പറഞ്ഞു, അതായത് അതുപോലെ ആ വശത്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. ഈ ടെർമിനലിൽ താഴോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കറണ്ട് ഡയറക്ഷൻ താഴോട്ട്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട്, ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. സെൻട്രലിലുള്ള മാഗ്നറ്റ് നമുക്ക് ഒരു കോമ്പസ് യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും. സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും അകത്തോട്ട് പോകുന്ന രീതിക്കായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും ഫീൽഡ് ലൈൻസ് അകത്തോട്ട് പോകുന്നത് എപ്പോഴും ഒരു സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫീൽഡ് ലൈൻസ് അകത്തേക്ക് പോകുന്നത് എപ്പോഴും ഒരു സൗത്ത് പോൾ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, കറണ്ടിന്റെ ഡയറക്ഷൻ ഇപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരുന്നത് കറണ്ട്, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, അടുത്ത് ഞാൻ ചെയ്യുന്നത് ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഞാൻ റിവേഴ്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ പോസിറ്റീവ് ടെർമിനലും ഇവിടെ നെഗറ്റീവ് ടെർമിനലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചതുപോലെ ഇപ്പോൾ ഒന്നുകൂടെ വീണ്ടും വരയ്ക്കാം. അപ്പം കറണ്ട് എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലായിരിക്കും ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പോർ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് ഇവിടെ ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാൻ ഇവിടെ അത് വരയ്ക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ വരയ്ക്കുവാണ്. കറണ്ട് ഈ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതുപോലെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കുമല്ലോ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം കറണ്ടിന്റെ ഫ്ലോ ഇവിടെ ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ ഞാനിവിടെ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുകയാണ്. ഇതാണ് ഫിംഗേഴ്സ്, ഇതായിരിക്കും മാഗ്നറ്റിക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ സെൻട്രൽ നമ്മളൊരു കോമ്പസ് നീഡിൽ വെച്ച് ഇവിടെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നടുക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ്സ് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഔട്ട്വേർഡായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു നോർത്ത് പോൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോമ്പസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു നോർത്ത് പോൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ. അപ്പൊ കറണ്ടിന്റെ ഫ്ലോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇതൊരു നോർത്ത് പോൾ ആയിരിക്കുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുമെന്ന് പഠിച്ചു. അപ്പോൾ ഈ
ഈ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോയിൽസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും കൂടി വരും. അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹെലിക്സ് എന്ന് പറയുന്നത്. ഒരു ഇൻസുലേറ്റഡ് വയർ യൂസ് ചെയ്ത് ഇൻസുലേറ്റഡ് വയറിനെ വൗണ്ട് ചെയ്ത ശേഷം ഈ ഒരു ഫോമിലാക്കി അല്ലെങ്കിൽ ഹെലിക്കൽ ഫോമിലാക്കി കൊണ്ടുവരുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാം മെയിൻലി സോളിനോയിഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സോളിനോയിഡ് നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇൻസുലേറ്റഡ് വയറാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാഗ്നറ്റ് ആകുമ്പോൾ അതിന് 2 പോൾസ് ഉണ്ടാവും. അപ്പോൾ ആ പോൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ കോയിലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കറണ്ട് ഇപ്പോൾ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കറണ്ട് ഈ ഡയറക്ഷനിൽ പോയ ശേഷം മറ്റേ എൻഡിൽ എന്ത് ചെയ്യുന്നത്? തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോയിലിൽ ചെയ്ത പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ, ഞാനൊരു സോളിനോയിഡ് കയ്യിലെടുത്തേക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ആ സോളിനോയിഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. അല്ല ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? അത് നോർത്ത് പോൾ ആയിരിക്കും. ഇപ്പൊ സോളിനോയിഡിൽ കറണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. അല്ല ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ഇങ്ങനെയാണ് സോളിനോയിഡിൽ നമ്മൾ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും കണ്ടുപിടിക്കാനായിട്ട് ടെക്സ്റ്റിൽ ഒരു സിമ്പിൾ മെത്തേഡ് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എസ് എഴുതുമല്ലോ, സൗത്ത് പോളിന്റെ എസ്. അപ്പോൾ ഈ എച്ചിന് 2 ആരോ കൊടുക്കുക, 2 എൻഡിൽ ആരോ കൊടുക്കുക. അപ്പോൾ ഈ ഡയറക്ഷൻ കാണിക്കുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ, ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താണെന്ന് ഓർക്കുക? സൗത്ത് പോൾ ആണെന്ന് ഓർക്കുക. അതുപോലെ നോർത്ത് പോളിൽ എന്നിന്റെ അവിടെ 2 ആരോ കൊടുക്കുക. 2 എന്നിനെ വളച്ച് വരച്ച ശേഷം 2 ആരോ കൊടുക്കുക. അപ്പോൾ ഇതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്നാണ്, അതായത് നോർത്ത് പോൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫിഗർ ഓർത്തിരുന്നാൽ എന്താണ്, കൺഫ്യൂസ്ഡ് ആവില്ല. കറക്റ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ അടുത്ത് വരുന്നത് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിനെ സോളിനോയിഡ്. ഇപ്പൊ സോളിനോയിഡിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നെന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻഡ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് മാറും. നമ്പർ ഓഫ് ടേൺസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഇന്റൻസിറ്റി. അപ്പോൾ ഇന്റൻസിറ്റി കറണ്ട് കൂടുന്ന അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും കൂടും. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് അയൺ കോർ. അതായത് നമ്മൾ ഈ സോളിനോയിഡിന്റെ ഉള്ളില് ഒരു അയൺ കോർ അല്ലെങ്കിൽ ഒരു അയൺ മെറ്റീരിയൽ നമ്മൾ വെക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ, ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതാണ് തേർഡ് പോയിന്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോർ ഈ സോളിന് ഉള്ളിൽ വെക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റാനായിട്ട് കഴിയും. ഈ തേർഡ് എന്ന് പറയുന്നത് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ കോർ. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അയൺ കോറിന്റെ സൈസും ഷേപ്പിനും അനുസരിച്ച് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വേരി ചെയ്യുന്നു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡ് അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേൺസ്, ദെൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, introduction of soft iron core, and fourth one is shape and size of the core.
ഇനി നമുക്ക് ബാർ മാഗ്നറ്റിന്റെയും സോളിനോയിഡിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റിസം ആയിരിക്കും ബാർ മാഗ്നറ്റ് ഷോ ചെയ്യുന്നത്. അതായത് ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പെർമനന്റ് വാല്യൂ ആയിരിക്കും. എന്നാൽ സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കറണ്ട് പാസ് ചെയ്താൽ മാത്രമേ സോളിനോയിഡ് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ എന്നറിയാം. അപ്പോൾ നമുക്ക് ഒരിക്കലും സോളിനോടിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പെർമനന്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ടെമ്പററി മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സോളിനോയിഡിന് ഉള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ബാർ മാഗ്നറ്റിന് സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടായിരിക്കും. കാരണം പെർമനന്റ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണുള്ളത്. ആ പരിധിക്ക് വിട്ട് അതിന് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെങ്ത് കാണില്ല. എന്നാൽ സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ട്രോങ് ഒരു ഇലക്ട്രിക് കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യിക്കുവാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അതൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞാല് ബാർ മാഗ്നറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സ്ട്രെങ്ത് ആയിരിക്കും ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്കൊരിക്കലും ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് കഴിയില്ല. എന്നാൽ സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം കറണ്ടിന്റെ വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഓക്കെ, ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ്സിലുള്ള പൊളാരിറ്റി ഫിക്സഡ് പൊളാരിറ്റി ആയിരിക്കും. നോർത്ത് പോൾ ആയിരിക്കും, എപ്പോഴും സൗത്ത് പോൾ ആയിരിക്കും. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ കഴിയില്ല ബാർ മാഗ്നറ്റ്സിൽ. എന്നാൽ സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് പോൾസും മാറുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആന്റി ക്ലോക്ക് വൈസിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് ടെർമിനൽസിൽ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് നോർത്ത് പോളും അല്ലെങ്കിൽ പൊളാരിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും. ഇത്രയുമാണ് സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മൂന്നാമത്തെ പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.